Hello, welcome to Learnino. This is Danya. So, ഇന്നത്തെ വീഡിയോ അറേസിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. ഡേറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് അറേസ്. ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദീസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആൻ അറേ? ഓക്കെ, അറേനെ ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻസ്: എ, ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഷോസ് എ ഹൈറാർക്കിക്കൽ ബിഹേവിയർ. ബി, കണ്ടെയ്നർ ഓഫ് ഓബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്സ്. C, arrays are immutable once initialized. D, array is not a data structure. അപ്പം ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കണ്ടെയ്നർ ഓഫ് ഓബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്സ്. ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഓബ്ജക്ട്സിനെ മാത്രമായിരിക്കും ഒരു അറേ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊരു അറേ നെയിമാണ്. ഇപ്പം എ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് എത്ര സ്പേസ് ആണ് നമുക്ക് അലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കണം സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത്. ഓക്കെ, അപ്പം അത് എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും. അപ്പം ഇതിന് മുമ്പ് നമ്മളൊരു ഡേറ്റ ടൈപ്പും കൂടി കൊടുക്കണം. അപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിനുള്ളിൽ അതിന് സൈസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജർ ആയിരിക്കും ആ അറേക്കകത്തുള്ള കണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം array എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കണ്ടെയ്നർ ഓഫ് ഓബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്സ്. ഓക്കെ, ഓഫ് സിമിലർ ഡേറ്റ ടൈപ്പ്. ഓക്കെ, next question number 2. Which of the following concepts make extensive use of array? Okay, അപ്പം ഇതിൽ ഏത് കോൺസെപ്റ്റ് ആണ് arrayനെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? Okay, options: binary trees. B, scheduling of processes. C, caching. D, spatial locality. Okay, അപ്പം ആൻസർ ഇസ് സ്പേഷ്യൽ ലൊക്കാലിറ്റി. കാരണം ഇപ്പം നമ്മളിപ്പം ഇൻറ്റ് എ 10 നമ്മൾ കൊടുത്തു. അപ്പം ഇതിൻ്റെ മീനിങ് ഈ അറേ എ എന്ന് പറയുന്ന അറേ 10 കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 ബ്ലോക്സ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള 10 കോണ്ടിന്യൂസ് ബ്ലോക്സ് ആയിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ആക്സസ് ഇപ്പം എ ഓഫ് 0 എന്ന് പറയുന്നത് ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു എ ഓഫ് 10 വരെ നമുക്ക് ആക്സസിബിൾ ആണ്. ഓക്കെ, സോ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ബാക്കി ലൊക്കേഷൻസും കൂടിയിട്ട് നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് റെഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറേ യൂസ് ചെയ്യുന്നത് സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അറേസ്? അറേസിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഓക്കെ, ഓപ്ഷൻസ്: എ, objects of a mixed data types can be stored. B, elements in an array cannot be sorted. C, index of first element of an array is 1. D, easier to store elements of same data type. അപ്പം ആൻസർ എന്താണ്? നമുക്ക് എളുപ്പം പറയാം. ഈസിയർ ടു സ്റ്റോർ ദ എലമെന്റ്സ് ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരേ ഡേറ്റ ടൈപ്പുള്ള എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കി 3 ഓപ്ഷൻസും തെറ്റാണ്. നമുക്ക് മിക്സഡ് ഡേറ്റ ടൈപ്പ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല അറേക്കകത്ത്. ഓക്കെ, അതുപോലെ തന്നെ എലമെന്റ്സ് ഇൻ ആൻ അറേ കനോട്ട് ബി സോർട്ടഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു അറേയിലുള്ള എലമെന്റ്സിനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ അറേയുടെ ഫസ്റ്റ് എലമെന്റ്, അതായത് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ ആണെങ്കിൽ നമ്മൾ 0 മുതലാണ് അതിനെ എടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ദ ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് എലമെന്റ് ഓഫ് ആൻ അറേ 0. ഓക്കെ, നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അറേസ്? അറേസിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Okay, data structure like queue or stack cannot be implemented. B, there are chances of wastage of memory space if elements inserted in an array are less than the allocated size. C, index value of an array can be negative. D, elements are sequentially accessed. Okay, അപ്പം എന്താണ് ആൻസർ വരുന്നത്? ഇതിൽ ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നത്. അപ്പം ക്യൂ അല്ലെങ്കിൽ സ്റ്റാക്ക് കനോട്ട് ബി ഇംപ്ലിമെന്റഡ് എന്നാണ് പറയുന്നത്, ബട്ട് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. ഓക്കെ, നമുക്ക് സ്റ്റാക്കും ക്യൂവും അറേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത്, there are chances of wastage of memory space if elements inserted in an array are less than the allocated size. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം നമ്മൾ 10 എണ്ണം 10 സ്പേസ് ആണ് നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളത് അറേ. പക്ഷെ നമുക്ക് അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വെറും 5 സ്പേസ് ആണെങ്കിൽ ബാക്കിയുള്ള സ്പേസ് വേസ്റ്റേജ് വരുവാണ് അല്ലേ? സോ നമുക്കിപ്പം ആ ഒരു
വേസ്റ്റേജ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് അറേയുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം നമുക്ക് എലമെന്റ്സ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സൈസ് അറിഞ്ഞിരിക്കണം, എത്രയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണത് എന്നുള്ളത്. നമ്മൾ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് വേസ്റ്റേജ് ഓഫ് സൈസ് വരാനായിട്ട് വരും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അറേസ് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേസ് ഫിക്സഡ് സൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്ത സൈസിനേക്കാളും എലമെന്റ്സ് കുറയുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ വേസ്റ്റേജ് വരും. അതുപോലെ തന്നെ നമുക്കൊരിക്കലും നമ്മളിപ്പോൾ 10 അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് 11 എണ്ണം അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയണം, അതല്ലെങ്കിൽ ലെസ് ദാൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ വേസ്റ്റേജ് ഓഫ് സ്പേസ് ആണ് വരുന്നത്. Question number 5. Assuming int is of 4 bytes, what is the size of int array 15? ഓക്കെ, അപ്പോൾ ഇൻറ്റിജറിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണെങ്കിൽ ഇന്റ് അറേ, അതായത് 15 സ്പേസ് കൊടുത്തിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റിജർ ടൈപ്പിൽ. അപ്പം അതിന്റെ സൈസ് എത്രയായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് 15, 19, 11, 60. ആൻസർ നമുക്കിപ്പോൾ 15 ഇൻറ്റിജർ എലമെന്റ്സ് ആണുള്ളത്, 4 ബൈറ്റ് ആണ് അതിന്റെ സൈസ്. അപ്പം അങ്ങനെയാണെങ്കിൽ 15 × 4 = 60 ബൈറ്റ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 60 ബൈറ്റ്സ്. Next, question number 6. In general, the index of the first element in an array is. Okay, അപ്പോൾ എന്താ പറയുക, നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ അറേയിലെ ആദ്യത്തെ എലമെന്റിന്റെ ഇൻഡെക്സ് എന്താണ്? അപ്പം ഓപ്ഷൻസ് 0, -1, 2, 1. അപ്പോൾ ഒരിക്കലും 1 എഴുതരുത്, ആൻസർ ഇസ് 0. നമ്മൾ A0 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Elements in an array are accessed dash. ഓപ്ഷൻസ് randomly, sequentially, exponentially, logarithmically. ഓക്കെ, റാൻഡം ആയിട്ടാണ് നമ്മൾ അറേയിലുള്ള എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ A10 അല്ലെങ്കിൽ നമ്മളിപ്പോൾ A10 ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 0 മുതൽ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. A10 A9 ഏത് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ റാൻഡംലി ആണ് ആൻസർ വരുന്നത്. പക്ഷെ ലിങ്ക് ലിസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലിങ്ക് ലിസ്റ്റ് സീക്വൻഷ്യലി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അറേ റാൻഡംലി ആണ്. Next, question number 8. Which of the following is the correct way of declaring an array? Options: A, int point 10 square bracket, then B, int point മാത്രം കൊടുത്തിട്ടുണ്ട്, C, point curly braces കൊടുത്തിട്ടുണ്ട്, D, array point square braces. അപ്പോൾ നമുക്ക് ആൻസർ നമ്മൾ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യം നമുക്കൊരു ഡേറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അറേ നെയിം ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രേസസിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര സൈസ് ആണോ വേണ്ടത് ആ സൈസ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെമിക്കോളൻ. ഇതാണ് അറേ ഡിക്ലെയർ ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇന്റ് പോയിന്റ് 10 സെമിക്കോളൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following is the advantage of the array data structure? അപ്പോൾ arrayയുടെ advantage ഏതാണെന്നുള്ളതാണ് question. Options: A, elements of mixed data types can be stored. B, easier to access the elements in an array. C, index of the first element start from 0. D, elements of an array cannot be sorted. നേരത്തെ തന്ന സെയിം question, ഓപ്ഷൻസ് ഒന്നും കൂടി ഒന്ന് മാറ്റി ചോദിച്ചു, അത്രേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ ബി, ഈസിയർ ടു ആക്സസ് ദ എലമെന്റ്സ് ഇൻ ആൻ അറേ. അറേയിലുള്ള എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പം മിക്സഡ് ഡേറ്റ ടൈപ്സ് അല്ല, നമുക്ക് സെയിം ഡേറ്റ ടൈപ്പ് ആണ് അറേയിൽ വരുന്നത്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ എലമെന്റ്സ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1-ൽ നിന്നല്ല, 0-ൽ നിന്നാണ്. അതുപോലെ നമുക്ക് എലമെന്റ്സിനെ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പം അറേയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.